ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ചെമ്മീനട. അത് കണ്ണൂർ സ്പെഷ്യലാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ജസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്, പക്ഷെ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. എനിക്ക് ചെമ്മീനട ഉണ്ടാക്കേണ്ട അത്ര പെർഫെക്റ്റ് ഒന്നല്ല പക്ഷെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഞാൻ വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീനട ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെമ്മീനാണ് കിട്ടേണ്ടത്. എന്തായാലും ഈ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ 2 കഷ്ണാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്ത ശേഷം ചെമ്മീനിന്റെ ഈ ഒരു പൊസിഷനിലുണ്ടല്ലോ ഒരു ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസ് റിമൂവ് ചെയ്യണം. അതായത് ചെമ്മീനിന്റെ വേസ്റ്റേജ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരു നൂല് പോലെ വരും. അതാണ് കേട്ടോ ഈ ചെമ്മീനിന്റെ വേസ്റ്റേജ്. റിമൂവ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു ഒരു സൈഡിൽ. ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ 1 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സോൾട്ട് ഫുഡ് ടേസ്റ്റിന് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാട്ടർ ആഡ് ചെയ്യുന്ന ആവശ്യമില്ല. ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ആവാൻ വയ്ക്കാം. ഒരു സൈഡിൽ ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം കൊക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായ ശേഷം നമ്മൾ ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ 15 മിനിറ്റ്സ് ആയിട്ടുണ്ടോ നമ്മൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടോ. ഇനി ഒരു പാത്രത്തിൽ ഇതൊരു സൈഡിൽ മാറ്റി വെക്കണം. ഇനി ഒരു സൈഡിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ഒന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ചെമ്മീന് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് സെയിം ഓയിൽ തന്നെ നമ്മൾ ഈ ഓണിയൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഓണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടർമറിക് പൗഡർ ആൻഡ് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചെമ്മീൻ മസാല റെഡി. മാവ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് കൊക്കോനട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ, ഒരു ടേബിൾ സ്പൂൺ ക്യുമൻ സീഡ്സ് അതായത് ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് റൈസ് പൗഡർ ആണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള കൊക്കോനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് സോൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ പത്തിരി മാവിന്റെ ഒരു പരിധിയിൽ കൊഴിച്ചെടുക്കണം. കൂടുതൽ കട്ടിയാവാൻ പാടില്ല, കൂടുതൽ തിന്നാവാൻ പാടില്ല. ഒരു ഹദ കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയാൽ മതിയാവും. നമുക്ക് ഇന്ന് അട ഉണ്ടാക്കാം. ഒരു കയ്യിൽ കുറച്ച് കൊക്കോനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ കൈന്റെ അളവിൽ എടുത്തിട്ട് ഈ ഡൂ എടുത്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ ബോൾ ചെയ്ത ശേഷം ഇതൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ലൈറ്റ് ആയിട്ട്. ഇത് ഒരുപാട് തിക്കും ആവാൻ പാടില്ല, തിന്നാവാൻ പാടില്ല. മീഡിയം കൺസിസ്റ്റൻസിൽ വേണം. ഒരുപാട് തിന്നായാലും ഹാവിൽ വയ്ക്കുമ്പോൾ ഇതിൽ പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏത് ഷേപ്പിലാണ് വേണ്ടത് അതേ ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ടേസ്റ്റിലാണുള്ളത് കാര്യം. അപ്പൊ ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹാവിൽ വേയിപ്പിക്കണം. ഹാവി പാത്രത്തിൽ വാല ഇല വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഇതൊന്ന് വേയിപ്പിച്ചെടുക്കാം. ജസ്റ്റ് 15 to 20 മിനിറ്റ്സിൽ ഇത് വെന്ത് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് ഇത്. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് 15 മിനിറ്റ്സ് ആയി. അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് അരമണിക്കൂർ ഒരു സൈഡിൽ കൂലാവാൻ വയ്ക്കും. ചൂടോടി എടുക്കുമ്പോൾ തന്നെ ഇത് പൊട്ടി പോകുന്ന ചാൻസസ് ഉണ്ടാവും. ടേസ്റ്റ് ആയിട്ട് യമ്മി ആയിട്ട് ഫേവറേറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ സ്പൈസി ആക്കണം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് സോൾട്ട് ആൻഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയാൽ മതിയാവും. കുറച്ച് കൊക്കോനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വേപ്പിച്ച് വെച്ചിട്ടുള്ള അട വന്ന് ഈ മസാലയൊക്കെ മുക്കിയിട്ട് ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിക്കുന്ന ആവശ്യമില്ല, ശാലം ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഫൈനലി കണ്ണൂർ ആൻഡ് കോഴിക്കോട് സ്പെഷ്യൽ ചെമ്മീനട റെഡിയായി. ഇത്ര കഴിച്ചാലും മടി വരാത്ത ഫുഡാണ് കേട്ടോ ഈ ചെമ്മീനട. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഫേവറേറ്റ്. ആരെങ്കിലും ഉണ്ടാക്കി തരോ കാത്തു അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റ്. നിങ്ങളും ഒരുത്തവണ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.